പോക ഓടുകാളെ അമ്പാനെ എങ്ങോട്ടാ വാണം വിട്ട പോലെ? പുതിയ വാച്ച് കണ്ടോ? അച്ഛന്റെ സമ്മാന കണ്ടേ? അല്ല, ഇവൻ സാമാന്യ ഐശ്വര്യമുള്ളവനാണല്ലോ. കണ്ണു വെക്കാതെ കൊച്ചുമണി. അമ്പാനെ ഇപ്പൊ സമയം എന്തായി? 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആ ശരിയാ. അപ്പൊ ചെല്ലേ, കൊണ്ടുവന്ന് കാണിക്ക്. പിന്നെ അന്നത്തെ ആ വശ്യ ഏറ്റിട്ടുണ്ട്. പക്ഷേ അമ്പാൻ അതിനുള്ള യോഗ ഇല്ലെന്ന് മാത്രം. യോഗ ഉള്ളവൻ അവിടെ എത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? പെണ്ണ് കാണാനേ. ആ പെണ്ണപ്പുറത്ത് ഞാൻ ഇപ്പുറത്ത്, ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു സ്ക്രീൻ. എനിക്ക് പെണ്ണിന്റെ കാല് മാത്രം കാണാം. പെണ്ണ് കാണാൻ ചെന്നാൽ ഞാനും കയ്യടാതായി പോയി. പെണ്ണിന്റെ അമ്മാവനാണെങ്കിൽ ഉഗ്ര പ്രതാപശാലി. പെണ്ണിനെ നേരിട്ട് കാണണമെന്ന് അന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പെണ്ണിന്റെ ഒരു അവയവം കാണിച്ചു തരാമെന്ന് അമ്മാവൻ. അതിൽ നിന്നും പെണ്ണിന്റെ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം പോലും. പെണ്ണിന്റെ ഏത് അവയവം കാണണമെന്ന് അമ്മാവൻ ചോദിച്ചു. ഞാനിങ്ങനെ നിന്നൊന്ന് ആലോചിച്ചു. പെണ്ണിന്റെ കാല് മാത്രം കണ്ടാൽ മതി എന്ന് ഞാനങ്ങ് മറുപടി പറഞ്ഞു. കാരണം ശ്രീരാമൻ സീതയെ കാണാൻ ചെന്നപ്പോൾ ദശരഥ ഇതുപോലൊരു ചോദ്യം ചോദിച്ചു. അന്ന് ശ്രീരാമൻ പറഞ്ഞ കാര്യം രാമായണത്തിലുണ്ട്, സീതയുടെ കാല് കണ്ടാൽ മതി. അതൊക്കെ ഞാൻ പെണ്ണ് കാണാൻ പോയ അന്തക്കാലം. ഇന്നിപ്പോൾ അത് ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ സമ്മതിക്കുമോ? രതിയെ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ വിളിക്കാം. അയ്യോ, ഇത് രതിയല്ല കേട്ടോ, അടുത്ത വീട്ടിലെ കൊച്ചനാ. ഈ വാ മോനെ, ഉടനെ എഞ്ചിനീയറിങ്ങിന് പോകാനിരിക്കുവാ. നല്ല കൊച്ചനാ, നാണം കുടിയാണെന്നേ ഉള്ളൂ. മോളെ രതി, ദാണ്ട് അവരെല്ലാം നിന്നെ കാണാൻ ഇവിടെ കാത്തിരിക്കുന്നു. ഒന്നങ്ങോട്ട് വന്നേ. എടി, എന്നെ കാണാനല്ല നിന്നെ കാണാനാ. അങ്ങോട്ട് വാ. എന്താടി, ഇവിടെ ആരെങ്കിലും ചത്തോ? തിരിയടി അങ്ങോട്ട്. ഒരു മോരം. ശരി ശരി, ഞാൻ ഇറങ്ങും. പിന്നെ അങ്ങനെ ആവട്ടെ. പപ്പു,
അവര് കാണാൻ വന്നേന് പപ്പു എന്തിനാ എന്നോട് പിണങ്ങുന്നേ? ഞാനല്ലല്ലോ അതിന് ഉത്തരവാദി. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അയാളുടെ മുമ്പിൽ പോയത്? പോയിന്ന് വെച്ച് ഇനിയിപ്പോ കല്യാണം, അത് കഴിഞ്ഞും ചോദിക്കാലോ ഞാനാണോ ഉത്തരവാദി എന്ന്. സാവിത്രിയേ, എന്താ ചേച്ചി? ഓടപ്പറന്നോന് വലിയ തൃപ്തി പോരാ. പക്ഷെ നേര് പറയാമല്ലോ, എനിക്ക് ആ കൊച്ചനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അവർക്കാണെങ്കിൽ പെണ്ണിന്റെ സർപ്പദോഷമൊന്നും ഒരു പ്രശ്നമല്ല. ഒരുമാതിരി കഴിഞ്ഞുകൂടാനുള്ള ചുറ്റുപാടും വരുമാനവും ഒക്കെ ഉണ്ടല്ലോ. ആ, അതുണ്ട്. എങ്കിൽ പിന്നെ ഇനി ഒന്നും അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. വന്നവർക്ക് പെണ്ണിനെ ഇഷ്ടായോ? ഹായ് കാണും. നിങ്ങൾക്ക് അവർ ഇഷ്ടായോ? ആരെ? ആ ആളിനെ. ആ, ഇല്ല. ഇഷ്ടമില്ലാത്ത ആളിന്റെ കൂടെ എങ്ങനെ ജീവിക്കും? അങ്ങനെയുള്ള ആളിനെ എങ്ങനെ കല്യാണം കഴിക്കും? ആര് പറഞ്ഞു ഞാൻ അയാളെ കല്യാണം കഴിക്കുമെന്ന്? ഇല്ലേ? പറ പറ, അയാളെ കല്യാണം കഴിക്കോ? ഇല്ല. വീട്ടിൽ പൊടി എടി, വീട്ടിൽ പോവാൻ. കൊഴുത്ത് ചുളിച്ച് എന്താ എന്താ നാരായണി ചേച്ചി? മോനോട് ചോദിക്ക. വേണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ മോളെ ഞാൻ നിലയ്ക്ക് നിർത്തിക്കോളാം. നിന്റെ മോനിന് തുള്ളി അങ്ങോട്ടെങ്ങനെ വന്നാലുണ്ടല്ലോ, ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. മതി മതി പിള്ളാരെ, പോ. ഈ മുറ്റത്തൊന്നുള്ള കളിയും ബഹളവും ഒക്കെ ഇത്രയൊക്കെ മതി. പോ പിള്ളാരെ. എടാ, വീട്ടിൽ പോവാൻ. നിന്നെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പോ പിള്ളാരെ. കുഞ്ഞുങ്ങളോടാണോ നിന്റെ ശൗര്യം? എല്ലാരും പോയെ പോയെ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിനക്ക് എന്ത് കാര്യം? എടി, നിനക്ക് എന്ത് കാര്യം? ഞാൻ പിന്നെ എന്താ വേണോ? പിടിച്ചു നോക്കണോ? ആ, വേണോടി വേണം. 3-4 ദിവസം കൂടെ കഴിഞ്ഞാൽ കൊച്ചങ്ങ് കോളേജിൽ പോവും. അതുവരെ നിന്റെ ശബ്ദം അവിടെ കേട്ടു വരുന്നു. കേട്ടാല് അടിച്ച് നിന്റെ ചെവുക്കുരി ഞാൻ പൊട്ടി. എനിക്ക് ചെവുക്കുറ്റി പൊട്ടിക്കാൻ എല്ലാവർക്കും തിരക്ക്. ഒണ്ടോരം. സർപ്പദോഷം അതും ഇതെന്നൊക്കെ പറഞ്ഞ് ഒരെണ്ണം ഒത്തു വന്നപ്പോ അത് എങ്ങനെങ്കിലും ഒന്ന് കൂട്ടി പിടിപ്പിച്ച് തരാൻ ഈ ഓടപ്പുറത്തിനെ കൊണ്ട് ഒന്ന് കടന്ന് ഒച്ച വെക്കാതെ എന്റെ നാരായണി. ഇതിപ്പോ 4 പേരറിഞ്ഞ ആർക്കാ ക്ഷീണം? നിന്റെ മോക്കല്ലേ, അത് ഓർക്ക്. കണ്ടോ കണ്ടോ, അപ്പൊ എന്റെ മോക്കാണല്ലോ ക്ഷീണം. അവളെ ഓടപ്പുറന്നോന്റെ ആരുമല്ലല്ലോ. ആരുമല്ലെന്ന് ആര് പറഞ്ഞു? എന്ന് ഞാൻ പറഞ്ഞു. ദേ, മേലും കഴിയില്ലാത്ത വർത്താനം പറയല്ലോ കൊച്ചെ. എന്റെ ഉള്ളിലത്തെ ആദ്യം ഉടപ്പുറന്നവന് മനസ്സിലാവത്തില്ല. കാര്യങ്ങൾ അന്വേഷിക്കാൻ അവൾക്ക് വേറെ ആരാ ഉള്ളത്? ഉടപ്പുറന്നവനൊന്നും ഉത്സാഹിക്കാതെ അവളെ എങ്ങനെ ആരുടെങ്കിലും കൂടെ പറഞ്ഞയക്കുന്നത്? അയ്യോ, എന്റെ ഉത്സാഹക്കുറവൊന്നും അല്ല. ഇപ്പൊ വന്ന ആ കൊച്ചനെ നിനക്ക് ബോധിച്ചോ? ബോധിച്ചു. ആ, എങ്കിൽ ഞാൻ ഉടനെ അത് നടത്തി തരാം. അലമുറയിട്ട് സ്വയം നാറ്റിക്കായിരുന്നാ മതി. ഒന്ന് അടങ്ങു കൊച്ചേ. എങ്ങോട്ടാടാ ഒരുങ്ങി ചമഞ്ഞ്? വെറുതെ ഒന്ന് പുറത്തേക്ക്. ഇപ്പൊ പുറത്തോട്ടോ അകത്തോട്ടൊന്നും പോണ്ട, പോയടത്തോളൊക്കെ മതി. ഇനി പുറത്തോട്ടെങ്ങനെ ഇറങ്ങിയ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ബാക്കിയുള്ളവരുടെ നാണോമാനും കെടുത്താനുണ്ടായ സന്താനം. ചേച്ചി എന്തിനാ അവനെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ചേച്ചിയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവനെ ഇങ്ങനെ ലാളിക്കരുതെന്ന്. ഇപ്പം പോടാകത്ത്. പുറത്തോട്ടിറങ്ങുന്നു.
എന്ത് പറയുന്നു പപ്പു സാറ്? ഒന്നുമില്ല. സ്മാൾ അടിക്കൂ? വലിക്കൂ? ഇല്ല. ആമ്പിള്ളേരെ ഒരല്പം ചുറ്റിക്കളിയൊക്കെ ആകാം, അതിവർക്കറിയത്തില്ല. പക്ഷേ എല്ലാറ്റിനും ഒരു മറയും മയോ ഒക്കെ വേണമെന്ന് മാത്രം. അല്ല നിന്നെ പോലെ ഒരുമാതിരി. എന്തായി? എന്ത്? എന്തായിന്ന് സത്യത്തിലുണ്ടായത്? അപ്പൊ അതുകൊണ്ട് ഇനി അത്ര ഊരുന്നുണ്ടല്ലെന്നും വേണ്ട കേട്ടല്ലോ. ആ എന്താ പോരെ? വാങ്ങിയോട്ടെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം.